ലോകം ഇന്ന് യുദ്ധതന്ത്രങ്ങളുടെയും സാമ്പത്തിക പ്രതിസന്ധികളുടെയും ഒരു വലിയ വഴിത്തിരിവിലാണ്. ഒരു വശത്ത് യുക്രൈൻ തങ്ങളുടെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് കരിങ്കടലിൽ റഷ്യയുടെ അത്യാധുനിക ഹെലികോപ്റ്ററുകളെ ഡ്രോണുകൾ കൊണ്ട് തകർത്ത് ആധുനിക യുദ്ധചരിത്രം തിരുത്തി കുറിക്കുമ്പോൾ, മറുവശത്ത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയെ വല്ലാതെ ഉലയ്ക്കുകയാണ്. ഇറാനിലെ മിനാബിൽ ഒരു സ്കൂളിന് നേരെ നടന്ന മിസൈൽ ആക്രമണവും അതിനെ തുടർന്നുള്ള ടൊമഹോക്ക് വിവാദങ്ങളും ലോക രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുമ്പോൾ, ഇതിന്റെയൊക്കെ ആഘാതമെന്നോണം ഇന്ധനവില ബാരലിന് $104 മുകളിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. ഈ പ്രതിസന്ധി മൂലം അയൽരാജ്യമായ പാകിസ്ഥാനിൽ സ്കൂളുകൾ അടച്ചിടേണ്ടി വരുന്നതും ആഴ്ചയിൽ 4 ദിവസത്തെ ജോലി മാത്രമായി സർക്കാർ പ്രവർത്തനങ്ങൾ ചുരുക്കുന്നതും നാം കാണുന്നു. യുദ്ധകളത്തിലെ ഡ്രോൺ വിപ്ലവം മുതൽ നമ്മുടെ പോക്കറ്റുകളെ ബാധിക്കുന്ന എണ്ണവിലയുടെ കുതിപ്പ് വരെയുള്ള അതീവ നിർണായകമായ ആഗോള മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു ലൂക്ക. ഓരോ സാധാരണക്കാരനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ആഗോള ഇന്ധന വിപണിയിൽ ഇപ്പോൾ ഒരു വലിയ ഭൂകമ്പം സംഭവിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് കുതിച്ചുയർന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ലോകം കാണുന്ന ഏറ്റവും വലിയ പ്രൈസ് ഹൈക്കാണിത്. ന്യൂയോർക്ക് വിപണിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില $104, അമേരിക്കൻ സൂചിക WTI $108 എത്തി നിൽക്കുന്നത്. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ 35% വർധനവ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്? ഇതിന്റെ പ്രധാന കാരണം പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഇറാൻ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട യുദ്ധ സാഹചര്യം തന്നെയാണ്. നമുക്കിതിന്റെ ഓരോ വശങ്ങളും പരിശോധിക്കാം. എന്തുകൊണ്ടാണ് എല്ലാവരും ഇറാനെ പേടിക്കുന്നത്? അതിനുള്ള ഉത്തരം ഹോർമുസ് കടലിടുക്ക് എന്ന ഇടുങ്ങിയ ജലപാതയാണ്. ലോകത്തിന്റെ ഇന്ധനധമനി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ലോകത്താകെ ഉപയോഗിക്കുന്ന എണ്ണയുടെ 20% കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ഇറാൻ ഈ പാത അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ഷിപ്പിംഗ് കമ്പനികൾ വളരെയധികം ഭയത്തിലാണ്. ടാങ്കറുകൾ വരാൻ മടിക്കുന്നതോടെ എണ്ണ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. ഇതിനെ ഒരു സപ്ലൈ ചെയിൻ കൊളാപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എണ്ണയുണ്ടെങ്കിലും അത് മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ. ഇറാന്റെ ഈ നീക്കം മറ്റ് എണ്ണ ഉൽപാദന രാജ്യങ്ങളെയും ബാധിച്ചു കഴിഞ്ഞു. ഒപെക് രാജ്യങ്ങളിൽ 5ാം സ്ഥാനത്തുള്ള കുവൈത്ത് തങ്ങളുടെ ഉൽപാദനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിഫൈനറികളുടെ പ്രവർത്തനത്തിൽ അവർ മുൻകരുതൽ എടുക്കുകയാണ്. ഇതിലും ഭയാനകമാണ് ഇറാഖിലെ അവസ്ഥ. ഇറാഖിന്റെ തെക്കൻ മേഖലയിലെ എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള ഉൽപാദനം 70% ഇടിഞ്ഞിട്ടുണ്ട്. യുദ്ധം കാരണം തൊഴിലാളികൾ പണിക്ക് വരാത്തതും നാശനഷ്ടങ്ങൾ ഉണ്ടായതുമാണ് ഇതിന് കാരണം. പ്രതിദിനം 43 ലക്ഷം ബാരൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഇറാഖിൽ ഇപ്പോൾ ലഭിക്കുന്നത് വെറും 13 ലക്ഷം ബാരൽ മാത്രമാണ്. UAE പോലുള്ള രാജ്യങ്ങളും തങ്ങളുടെ ഓഫ് ഷോർ ഉൽപാദനം അതീവ ജാഗ്രതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് ഇറാനിലെ ലേറ്റസ്റ്റ് രാഷ്ട്രീയ മാറ്റങ്ങളാണ്. ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം മകൻ മുജ്തബ ഖമേനി പുതിയ സുപ്രീം ലീഡറായി അധികാരമേറ്റത് ലോകം ഉറ്റുനോക്കുകയാണ്. പുതിയ നേതൃത്വം തങ്ങളുടെ പവർ തെളിയിക്കാൻ ഹോർമുസ് കടലിടുക്കിനെ ഒരു ആയുധമായി ഉപയോഗിക്കുമോ എന്നാണ് നിക്ഷേപകരുടെ പേടി. മുജ്തബയുടെ ഹാർഡ് ലൈൻ പോളിസികൾ വിപണിയിൽ കൂടുതൽ പാനിക് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. ഈ പ്രതിസന്ധിക്കിടയിലും അമേരിക്കൻ ഭരണകൂടം വിപണിയിൽ ആത്മവിശ്വാസം നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. യുദ്ധം ഇതിനോടകം ജയിച്ചു കഴിഞ്ഞു എന്ന രീതിയിലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ നാം കാണുന്നുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥനായ ക്രിസ് റൈറ്റ് പറയുന്നത് കപ്പൽ ഗതാഗതം ഉടൻ സാധാരണ നിലയിലാക്കുമെന്നാണ്. ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ മാർക്കറ്റിലെ ഇപ്പോഴത്തെ ഈ ഒരു ഫിയർ ഫാക്ടർ അത്ര പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ വലിയ രാജ്യങ്ങളുടെ കഥയല്ല എന്ന് നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷേ അല്ല. എണ്ണവില കൂടുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. അതായത് നിങ്ങൾ വാങ്ങുന്ന അരി മുതൽ പച്ചക്കറിക്ക് വരെ വില കൂടും. ഇത് വലിയൊരു ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിലേക്ക് നയിക്കും. ഈ പ്രതിസന്ധി നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് എത്ര അപകടകരമാണ് എന്നത്. സോളാർ എനർജി, വിൻഡ് എനർജി തുടങ്ങിയ റിന്യൂവബിൾ എനർജി സ്രോതസ്സുകളിലേക്ക് മാറേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ $100 വിലക്കയറ്റം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ ഈ കനൽ കെടാതെ ഇന്ധന വിപണിയിൽ സമാധാനം ഉണ്ടാകില്ല. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം ഹോർമുസ് കടലിടുക്ക് ഒരു ഭീഷണിയായി തന്നെ തുടരും. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഉൽപാദനം കൂട്ടുമോ എന്നും നമ്മൾ കണ്ടറിയണം. കോടികൾ വിലമതിക്കുന്ന റഷ്യയുടെ അഭിമാനമായ ഒരു അത്യാധുനിക ഹെലികോപ്റ്റർ കടലിന് നടുവിൽ അതീവ സുരക്ഷയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. റഷ്യൻ നാവികസേനയുടെ സർവ്വസന്നാഹങ്ങളും കാവലുണ്ട്. പക്ഷേ എവിടെ നിന്നില്ലാതെ മിന്നൽ പോലെ ഒരു കൊച്ചു ഡ്രോൺ പാഞ്ഞെത്തുന്നു. അടുത്ത നിമിഷം എല്ലാം വെറും പുകയും ചാരവും. അതെ, ബ്ലാക്ക് സീയിലെ കരിങ്കടലിലെ യുദ്ധമുഖത്ത് നിന്ന് ഇപ്പോൾ വരുന്നത് അവിശ്വസനീയമായ വാർത്തകളാണ്.
ആധുനിക യുദ്ധതന്ത്രങ്ങളെ റീറൈറ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലൂടെ യുക്രൈൻ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. റഷ്യയുടെ കരുത്തുറ്റ KA-27 നേവി ഹെലികോപ്റ്ററിനെ ഒരു ചെറിയ FPV ഡ്രോൺ ഉപയോഗിച്ച് തകർത്തിരിക്കുന്നു. അതും ചരിത്രത്തിൽ ആദ്യമായി ഒരു സീ ബേസ്ഡ് ഡ്രോൺ കാരിയറിൽ നിന്ന് വിക്ഷേപിച്ചിട്ട്. ഇത് വെറുമൊരു ആക്രമണമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. വമ്പൻ രാജ്യങ്ങളുടെ പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇനി കടൽ അത്ര സുരക്ഷിതമല്ല എന്ന മുന്നറിയിപ്പ്. എന്താണ് ബ്ലാക്ക് സീയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എങ്ങനെയാണ് യുക്രൈൻ ഈ അസാധ്യമായ നീക്കം നടത്തിയത്? വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പുതിയ വിവാദങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ ഒരു സംഭവം നടക്കുന്നത് മാർച്ച് 5-ാം തീയതി രാത്രിയിലാണ്. സമയം വളരെ വൈകിയിരുന്നു. കരിങ്കടലിലെ ഗോളിറ്റ്സൻ ഗ്യാസ് ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന ഷിവാഷ് ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോം ലക്ഷ്യമിട്ട് യുക്രൈനിയൻ സ്പെഷ്യൽ ഫോഴ്സും നാവികസേനയും ഒരു അതീവ രഹസ്യ നീക്കം നടത്തി. വെറുമൊരു എണ്ണ പ്ലാറ്റ്ഫോം എന്നതിലുപരി സിവാഷ് പ്ലാറ്റ്ഫോമിനെ റഷ്യ ഒരു വലിയ മിലിറ്ററി ഹബ്ബാക്കി മാറ്റിയിരുന്നു എന്നത് പ്രത്യേകം ഓർക്കണം. അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് നോക്കാം. ഇനി ഹൈടെക് സർവൈലൻസ് സിസ്റ്റംസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ റിലേ നോഡുകൾ, ഇലക്ട്രോണിക് വാർഫെയർ ഉപകരണങ്ങൾ, അങ്ങനെ ഒട്ടനവധി സംവിധാനങ്ങൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒഡേസയിലേക്കും മൈക്കലോവിയയിലേക്കും വിക്ഷേപിക്കുന്ന ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന ഒരു റിമോട്ട് ഓഫീസ് ആയിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോം. ഇത് തകർക്കാതെ യുക്രൈന് തങ്ങളുടെ തീരപ്രദേശങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. ഈ ഓപ്പറേഷനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റഷ്യയുടെ KA-27 ഹെലികോപ്റ്ററിന്റെ തകർച്ചയാണ്. നേവി ഹെലികോപ്റ്ററുകളിൽ വളരെ പവർഫുൾ ആയ ഒന്നാണ് ഇത്. സമുദ്രത്തിനടിയിലെ സബ്മറൈനുകളെ കണ്ടെത്താൻ പ്രത്യേകമായി നിർമ്മിച്ച ഈ ഹെലികോപ്റ്റർ റഷ്യൻ നാവികസേനയുടെ കണ്ണും കാതും പോലെയാണ്. എന്നാൽ സംഭവിച്ചത് എന്താണെന്നോ? ഈ പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു യുക്രൈനിയൻ FPV ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ മിന്നൽ വേഗത്തിലെത്തിയത്. ലാൻഡിംഗ് പോയിന്റിൽ വെച്ച് കൃത്യമായ ടൈമിംഗിൽ ഡ്രോൺ ഹെലികോപ്റ്ററിൽ ഇടിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള ആ ഹെലികോപ്റ്റർ വെറും ചാരമായി മാറുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ യുക്രൈനിയൻ നേവി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു ഡേവിഡ് വേഴ്സസ് ഗോലിയാത്ത് പോരാട്ടമായിരുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഡ്രോൺ എവിടെ നിന്നാണ് വന്നത്? തീരത്ത് നിന്നല്ല, മറിച്ച് ഒഴുകി നടക്കുന്ന ഡ്രോൺ കാരിയേഴ്സിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഇത് വലിയൊരു ഗെയിം ചേഞ്ചറാണ്. സാധാരണ ഡ്രോണുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരത്തിന് ഒരു പരിധിയുണ്ട്, അതായത് ഒരു ലിമിറ്റഡ് റേഞ്ച് ഉണ്ട്. എന്നാൽ ഈ കാരിയറുകൾ ഉപയോഗിച്ച് കടലിന്റെ മധ്യത്തിൽ ചെന്ന് ഡ്രോണുകളെ ലോഞ്ച് ചെയ്യാൻ യുക്രൈന് കഴിയുന്നു. ഈ ഡ്രോണുകൾക്ക് മണിക്കൂറിൽ 115 കിലോമീറ്ററിലധികം വേഗതയുണ്ട്. അതുകൊണ്ട് തന്നെ പൈലറ്റിന് പെട്ടെന്ന് തിരിച്ചറിയാനോ വെട്ടിക്കാനോ കഴിയില്ല. ഇത്രയും കുറഞ്ഞ ചിലവിൽ ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് യുക്രൈന്റെ വലിയൊരു വിജയം തന്നെയാണ്. പ്രതിരോധ നിരീക്ഷണ ഗ്രൂപ്പായ ഓറിക്സ് നൽകുന്ന കണക്കനുസരിച്ച് യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യയ്ക്ക് നഷ്ടമാകുന്ന രണ്ടാമത്തെ KA-27 ഹെലികോപ്റ്റർ മാത്രമാണിത്. പക്ഷേ മൊത്തം കണക്ക് നോക്കിയാൽ റഷ്യയ്ക്ക് ഏകദേശം 170ഓളം ഹെലികോപ്റ്ററുകൾ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും യുക്രൈനിയൻ സൈന്യം തകർത്തതോ അല്ലെങ്കിൽ പിടിച്ചെടുത്തതോ ആണ്. കരിങ്കടലിൽ ഇതിനകം തന്നെ റഷ്യയുടെ വമ്പൻ കപ്പലുകൾ യുക്രൈൻ തകർത്തു കഴിഞ്ഞു. ഇപ്പോൾ പ്ലാറ്റ്ഫോമുകളും ഹെലികോപ്റ്ററുകളും കൂടി ഇല്ലാതാകുന്നതോടെ റഷ്യൻ നേവി ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. യുക്രൈൻ തങ്ങളുടെ വളരെ ലിമിറ്റഡ് ആയ നാവികശേഷി ഉപയോഗിച്ച് റഷ്യയുടെ വമ്പൻ യുദ്ധക്കപ്പലുകളെയും പ്ലാറ്റ്ഫോമുകളെയും തകർക്കുന്നത് വൻ ശക്തിയായ റഷ്യയ്ക്ക് കനത്ത ആത്മവിശ്വാസ തകർച്ചയാണ് നൽകുന്നത്. ഒരു വൻ ശക്തിയായ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഹിറ്റ് തന്നെയാണ്. യുദ്ധകളത്തിലെ ഈ പരാജയങ്ങൾക്കിടയിലാണ് റഷ്യൻ ഭരണകൂടത്തിനുള്ളിലെ ചില അസ്വസ്ഥതകൾ പുറത്തുവരുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വീണ്ടും അഭ്യൂഹങ്ങൾ പടരുകയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വീഡിയോയിൽ അദ്ദേഹം നിർത്താതെ ചുമയ്ക്കുന്നതും പ്രസംഗം പാതി വഴിയിൽ നിർത്തുന്നതും കണ്ടു. രസകരമായ കാര്യം എന്താണെന്നോ? ഈ വീഡിയോ മിനിറ്റുകൾക്കുള്ളിൽ ക്രെംലിൻ പിൻവലിച്ചു. എന്നിട്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത പുതിയ പതിപ്പ് പുറത്തിറക്കി. ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. നേതൃത്വത്തിന്റെ ആരോഗ്യം പോലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ റഷ്യയ്ക്കുള്ളിൽ തന്നെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിന്റെ മാറ്റമാണ്. കോടിക്കണക്കിന് രൂപ വിലയുള്ള ടാങ്കുകളും കപ്പലുകളും ഹെലികോപ്റ്ററുകളും ഇനി സുരക്ഷിതമല്ല. വെറും ലക്ഷങ്ങൾ മാത്രം വിലയുള്ള കടയിൽ കിട്ടുന്ന പാർട്സ് വെച്ച് നിർമ്മിക്കുന്ന ഡ്രോണുകൾക്ക് വലിയ ആയുധങ്ങളെ നിഷ്പ്രഭമാക്കാൻ കഴിയുന്നു. ഈ സാങ്കേതിക മേൽക്കൈയാണ് യുക്രൈനെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത്. വലുപ്പത്തിൽ ചെറിയ രാജ്യമാണെങ്കിലും അത്യാധുനികമായ സാങ്കേതിക വിദ്യയും ബുദ്ധിയും ഉപയോഗിച്ചാൽ ഏത് വമ്പൻ ശക്തിയെയും നേരിടാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബ്ലാക്ക് സീയിലെ ഈ പുതിയ അധ്യായം. വരും ദിവസങ്ങളിൽ ഇത്തരം സ്മോൾ സ്കെയിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. റഷ്യയുടെ സർവൈലൻസ് സംവിധാനങ്ങൾ തകരുന്നതോടെ യുക്രൈനിയൻ സൈന്യത്തിന് വായുവിലും കടലിലും കൂടുതൽ കരുത്ത് ലഭിക്കും. അന്താരാഷ്ട്ര സമൂഹം ഈ നീക്കങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കുന്നില്ല എങ്കിലും ഓരോ ദിവസവും ഓരോ പുതിയ പാഠങ്ങളാണ് ഇത് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് യുദ്ധത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ നടന്നു പോകുന്ന വഴികളിലും ബസ് സ്റ്റാൻഡുകളിലും അല്ലെങ്കിൽ മറ്റ് പൊതുസ്ഥലങ്ങളിലും ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന്? വെറുമൊരു തിരക്കല്ല ഇത്, ചരിത്രപരമായൊരു മാറ്റത്തിന്റെ ഭാഗം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. പതിറ്റാണ്ടുകളോളം ചൈന കൈവശം വെച്ചിരുന്ന ആ കിരീടം ഇന്ന് നമ്മുടെ പക്കലാണുള്ളത്. പക്ഷെ ലോകം ഒരു വശത്ത് ഈ ജനസംഖ്യ വിസ്ഫോടനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് ഭീകരമായ മറ്റൊരു യുദ്ധത്തിന്റെ നിഴലിൽ കൂടിയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി കൊടുമ്പിരി കൊള്ളുകയാണ്. ഇറാനിലെ ആകാശത്ത് ഇന്ന് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ മാത്രമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും എങ്ങനെ 100 കോടി കടന്നുവെന്നും നിലവിലെ ആഗോള യുദ്ധ സാഹചര്യങ്ങൾ ഈ രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുമാണ് നോക്കാം. ആദ്യം നമുക്ക് ജനസംഖ്യയുടെ കാര്യത്തിലേക്ക് വരാം. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം 2023 ഇന്ത്യ ചൈനയെ മറികടന്നു. ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ 1.4 ബില്യൺ അഥവാ 140 കോടിയിലധികമാണ്. ഇത് എത്രത്തോളം ഉണ്ടെന്ന് അറിയണ്ടേ? വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ചേർന്നുള്ള ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ മാത്രമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹ്യൂജ് നമ്പേഴ്സ് ഗെയിം തന്നെയാണ്. 1960കളിൽ ഒരു ഇന്ത്യൻ സ്ത്രീക്ക് ശരാശരി 6 കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. അന്ന് മരണനിരക്ക് കൂടുതലായിരുന്നു, വൈദ്യസഹായം കുറവായിരുന്നു. എന്നാൽ കാലം മാറി, നമ്മുടെ മെഡിക്കൽ ഫീൽഡ് പുരോഗതി പ്രാപിച്ചു, ശിശുമരണ നിരക്ക് കുറഞ്ഞു, ആയുർദൈർഘ്യം ലൈഫ് എക്സ്പെക്ടൻസി കൂടി. ഇതോടെ ജനസംഖ്യ റോക്കറ്റ് പോലെ കുതിച്ചുയരുകയായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ വലിയ കുടുംബങ്ങളെ ഇഷ്ടപ്പെട്ടത്? അതിന് പിന്നിൽ ചില സോഷ്യൽ റീസൺസ് ഉണ്ട്. പണ്ടുകാലത്ത് കുട്ടികൾ എന്നത് കുടുംബത്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയായിരുന്നു. കൃഷിയിടത്തിൽ സഹായിക്കാനും മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ നോക്കാനും കൂടുതൽ കൈകൾ വേണമെന്ന് ഗ്രാമീണ ഇന്ത്യ വിശ്വസിച്ചിരുന്നു. ഇതുകൂടാതെ ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം വന്നതോടെ പട്ടിണി കുറഞ്ഞു, ധാരാളം ഭക്ഷണം ലഭ്യമായി, ഒരു വലിയ ജനതയെ പോറ്റാൻ ആവശ്യമായ വിഭവം ഇന്ത്യയിൽ ഉണ്ടായി തുടങ്ങി. ഇന്ത്യ 1950കളിൽ തന്നെ ഫാമിലി പ്ലാനിംഗ് തുടങ്ങിയെങ്കിലും സാംസ്കാരികമായ കാരണങ്ങളാൽ അത് ജനങ്ങളിലേക്ക് എത്താൻ പതിറ്റാണ്ടുകളെടുത്തു. ഇന്ന് പക്ഷെ കഥ മാറുകയാണ്. പുതിയ തലമുറ ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ചൈനയുടെ കാര്യം എടുത്താൽ അതൊരു വേറെ ലെവൽ കഥയാണ്. ഇന്ത്യയെ പോലെ തന്നെ വലിയ കുടുംബങ്ങളെ സ്നേഹിച്ചവരായിരുന്നു ചൈനക്കാരും. പക്ഷെ 1979 ജനസംഖ്യ നിയന്ത്രിക്കാൻ ചൈന കൊണ്ടുവന്ന വൺ ചൈൽഡ് പോളിസി ലോകത്തെ തന്നെ ഞെട്ടിച്ചു. ഒരു കുട്ടിയിൽ കൂടുതൽ ഉണ്ടായാൽ കടുത്ത ശിക്ഷ. ഇത് ജനസംഖ്യ കുറച്ചെങ്കിലും ചൈനയ്ക്ക് ഇപ്പോൾ അതൊരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. കാരണം അവിടെ യുവാക്കൾ കുറയുന്നു, പ്രായമായവർ കൂടുന്നു, ജോലി ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ. ഇനി ഇത് പരിഹരിക്കാൻ ഇപ്പോൾ ചൈന 3 കുട്ടികൾ വരെ ആകാമെന്ന് നിയമം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആധുനിക ചൈനീസ് യുവാക്കൾക്ക് ഇതിനോട് അത്ര താല്പര്യമില്ല എന്നതാണ് വാസ്തവം. നമ്മളിപ്പോൾ ജനസംഖ്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് അസ്ഥിരത പുകയുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധമായി മാറിയിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മരണത്തെ തുടർന്ന് ആ രാജ്യം വലിയൊരു പൊട്ടിത്തെറിയിലാണ്. ഇതിനിടയിലാണ് അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. 2026 ഫെബ്രുവരി മുതൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വൻതോതിലുള്ള വ്യോമാക്രമണമാണ് നടക്കുന്നത്. B-2 സ്റ്റെൽത്ത് ബോംബറുകളും F-35 വിമാനങ്ങളും ഇറാനിലെ 5000-ലധികം കേന്ദ്രങ്ങൾ ഇതിനോടകം തകർത്തു കഴിഞ്ഞിട്ടുണ്ട്. ആഗോള വിപണിയെയും എണ്ണവിലയും ഇത് ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനോടകം ബാധിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഇത്തരമൊരു യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും പോലുള്ള ജനസംഖ്യാ ഭീമന്മാർക്ക് തങ്ങളുടെ ജനതയെ പട്ടിണിയില്ലാതെ നോക്കുക എന്നത് വലിയൊരു ചലഞ്ച് തന്നെയായിരിക്കും. ഇത്രയധികം ജനങ്ങൾ ഉണ്ടാകുക എന്നത് ഒരു രാജ്യത്തിന് ശാപമാണോ അതോ അനുഗ്രഹമാണോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ യുവതലമുറയാണ്. പക്ഷെ അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസവും തൊഴിലും നൽകേണ്ടതുണ്ട്. ശുദ്ധജലക്ഷാമം, വായുമലിനീകരണം, പാർപ്പിടം എന്നിവ ഇന്ത്യ നേരിടുന്ന വലിയ വെല്ലുവിളികളാണ്. ലോകം മാറുകയാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ നാം ഒന്നാമതെത്തുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ ഉറക്കെ കേൾക്കേണ്ടതുണ്ട്. യുദ്ധങ്ങളും പട്ടിണിയും ലോകത്തെ തളർത്തുമ്പോൾ ഈ വലിയ ജനതയെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്നതിലാണ് നമ്മുടെ വിജയം. ലോകമെന്ന ഭീതിയോടെ നോക്കുന്നത് ഇറാനിലേക്കാണ്. യുദ്ധം എപ്പോഴും ക്രൂരമാണ്. പക്ഷെ ആ ക്രൂരത നിരപരാധികളായ കുഞ്ഞുങ്ങളിലേക്ക് എത്തുമ്പോൾ അത് താങ്ങാനാവുന്നതിലും അപ്പുറമാകും. ഇറാനിലെ മിനാബ് നഗരത്തിലെ ഒരു സ്കൂളിന് നേരെ അതിശക്തമായ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നു. ആധുനിക യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും മാരകമായ ടൊമഹോക്ക് മിസൈലാണ് അവിടെ പതിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ആരാണ് ഈ മിസൈൽ അയച്ചത്? അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമാണോ ഇത്? അതോ ഈ ആക്രമണത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്ന പുതിയ പ്രസ്താവന ലോകരാജ്യങ്ങളെ ആകെ കുഴപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ പക്കലും ടോമഹോക്ക് മിസൈലുകൾ ഉണ്ട് എന്നും ഈ ആക്രമണം ഇറാൻ തന്നെ ആസൂത്രണം ചെയ്തതാകാമെന്നുമാണ് ട്രംപിന്റെ വാദം. ഈ വിചിത്രമായ വാദത്തിന് പിന്നിലെ സത്യം എന്താണ്? ടോമഹോക്ക് മിസൈലുകൾ ഏതൊക്കെ രാജ്യങ്ങളുടെ പക്കലുണ്ട്? നമുക്ക് ഈ സങ്കീർണമായ സാഹചര്യം വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് മിനാബിൽ നടന്ന ദാരുണമായ സംഭവത്തിലേക്ക് വരാം. 2026 മാർച്ച് 9 തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിലുള്ള ഒരു സ്കൂളിൽ മിസൈൽ പതിക്കുന്നത്.
ക്ലാസ് നടന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ ആക്രമണം. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പടർന്നതോടെ ഇറാൻ ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടുകയും അമേരിക്കയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്തു. ഇറാനിലെ മേയർ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വീഡിയോകളിൽ സ്കൂൾ കെട്ടിടം പൂർണ്ണമായും തകർന്നതായാണ് കാണുന്നത്. ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയായ ബെല്ലിംഗ്കാറ്റ ഈ വീഡിയോകൾ പരിശോധിച്ചപ്പോൾ അത് സത്യമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ അമേരിക്കൻ നിർമ്മിത ടോമഹോക്ക് മിസൈലുകളാണ് ഉപയോഗിച്ചതെന്നാണ് പ്രൈമറി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ വ്യോമസേന ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി വന്ന ഒരു പിഴവാണോ ഇതെന്ന ചോദ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ഇവിടെയാണ് കഥയിൽ ഒരു മേജർ ട്വിസ്റ്റ് വരുന്നത്. ഈ സംഭവത്തോട് പ്രതികരിക്കവേ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവന പെന്റഗണിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ട്രംപ് പറയുന്നത് ടോമഹോക്ക് മിസൈലുകൾ അമേരിക്കയുടെ പക്കൽ മാത്രമല്ല ഉള്ളത് എന്നാണ്. ഇറാന്റെ കൈവശവും ഇത്തരം മിസൈലുകൾ ഉണ്ടെന്നും ലോകത്തിന് മുന്നിൽ അമേരിക്കയെ നാണം കെടുത്താൻ ഇറാൻ തന്നെ സ്വന്തം സ്കൂളിന് നേരെ മിസൈൽ അയച്ചതാകാമെന്നുമാണ് ട്രംപിന്റെ തിയറി. ഇത് മാത്രമല്ല, മിസൈലിന് മുകളിൽ USA എന്ന് എഴുതി വച്ചാൽ അത് അമേരിക്ക അയച്ചതാകില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു. എന്നാൽ പെന്റഗൺ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇറാൻ ഇത്തരമൊരു ടെക്നോളജി ഇതുവരെ വികസിപ്പിച്ചിട്ടില്ല എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ട്രംപിനെ പോലൊരാൾ ഇത്തരമൊരു വാദം ഉന്നയിക്കുമ്പോൾ അത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ട്രംപിന്റെ വാദത്തിൽ എത്രത്തോളം സത്യമുണ്ട്? ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങളുടെ പക്കലാണ് യഥാർത്ഥത്തിൽ ഈ ടോമഹോക്ക് മിസൈലുകൾ ഉള്ളത്? നമുക്കൊന്ന് പരിശോധിക്കാം. ടോമഹോക്ക് എന്ന് പറയുന്നത് വെറും ഒരു മിസൈലല്ല, അതൊരു ലോങ് റേഞ്ച് ഓൾ വെദർ ജെറ്റ് പവേർഡ് ക്രൂയിസ് മിസൈലാണ്. വെറും ഒരു മിസൈൽ എന്നതിലുപരി ഇതിനെ ഒരു അൺമാൻഡ് എയർക്രാഫ്റ്റ് അഥവാ പൈലറ്റ് ഇല്ലാത്ത വിമാനമെന്ന് വിളിക്കുന്നതാകും കൂടുതൽ ശരി. ഇതിന്റെ പ്രത്യേകതകളൊന്ന് വിശദമായി പരിശോധിക്കാം. പ്രിസിഷൻ ആക്യുറസി. കിലോമീറ്ററുകൾ അകലെ നിന്ന് വിക്ഷേപിച്ചാലും ഒരു കെട്ടിടത്തിന്റെ ജനലിലൂടെ കൃത്യമായി അകത്തേക്ക് കയറാൻ ഇതിന് സാധിക്കും. അത്രത്തോളം കൃത്യതയാണ് ഇതിനുള്ളത്. ഇനി ലോ ഓൾട്ടിറ്റ്യൂഡ് ഫ്ലൈറ്റ് ആണ്. ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഭൂമിയോട് വളരെ ചേർന്നാണ് ഇത് പറക്കുന്നത്. അതായത് മലനിരകൾക്കും കെട്ടിടങ്ങൾക്കും ഇടയിലൂടെ നൂഴ്ന്നിറങ്ങാൻ ഇതിന് സാധിക്കും. ഓൾ വെദർ കേപ്പബിലിറ്റി. മഴയായാലും മഞ്ഞായാലും കടുത്ത വെയിലായാലും ഏതൊരു സാഹചര്യത്തിലും ഒരു തടസ്സവും ഇല്ലാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ ഈ മിസൈലിന് സാധിക്കും. ലോയ്റ്ററിംഗ് എബിലിറ്റി ആണ് ഇനി. ഇതിന്റെ ഏറ്റവും പുതിയ വേർഷനുകൾക്ക് ലക്ഷ്യസ്ഥാനത്തിന് മുകളിൽ കുറച്ചുനേരം വട്ടം ചുറ്റി പറക്കാനും ലോയ്റ്റർ ചെയ്യാനും കൃത്യമായി സമയം നോക്കി മാത്രം ആക്രമിക്കാനും സാധിക്കും. അതായത് വിക്ഷേപിച്ച ശേഷം വേണമെങ്കിൽ ഇതിന്റെ ലക്ഷ്യസ്ഥാനം മാറ്റാനും പൈലറ്റിന് കഴിയും. കോടിക്കണക്കിന് രൂപ വിലയുള്ള ഈ ഹൈടെക് ആയുധമാണ് ഇറാനിലെ ഒരു സാധാരണ സ്കൂളിൽ പതിച്ചിരിക്കുന്നത്. ഇത്രയും കൃത്യതയുള്ള ഒരു മിസൈൽ എങ്ങനെ ഒരു സ്കൂളിൽ പതിച്ചു? അതോ മിസൈലിന്റെ ഗതി മാറ്റാൻ ആരെങ്കിലും ശ്രമിച്ചതാണോ? ഇവിടെയാണ് ദുരൂഹതയേറുന്നത്. കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നുമാണ് ഇത് വിക്ഷേപിക്കുന്നത്. നിലവിൽ അമേരിക്കയെ കൂടാതെ യുണൈറ്റഡ് കിങ്ഡം, UK മാത്രമാണ് ഇത് ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത്. എന്നാൽ അടുത്തിടെ ഓസ്ട്രേലിയ, ജപ്പാൻ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങൾ ഈ മിസൈലുകൾ വാങ്ങാൻ അമേരിക്കയുമായി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. പലരും സംശയിക്കുന്നത് പോലെ ഇസ്രായേലിന്റെ പക്കൽ പോലും ടോമഹോക്ക് മിസൈലുകൾ ഇല്ല. ഇസ്രായേൽ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രംപ് പറയുന്നത് പോലെ ഇറാന്റെ കൈവശം ഈ മിസൈൽ എത്താൻ ഒരു വഴിയും ഇല്ല എന്നാണ് ഡിഫൻസ് എക്സ്പേർട്സ് പറയുന്നത്. ഒരുപക്ഷേ ബ്ലാക്ക് മാർക്കറ്റ് വഴി എത്തിയതാകാമെന്ന ചില ഊഹാപോഹങ്ങൾ ഉണ്ടെങ്കിലും അതിന് കൃത്യമായ തെളിവുകളില്ല. അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകളും സൈനിക ആസ്ഥാനങ്ങളും തകർക്കുക എന്നതായിരുന്നു ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം. എന്നാൽ ഒരു സ്കൂളിന് നേരെ മിസൈൽ പതിച്ചത് അമേരിക്കയുടെ ഇമേജിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പെന്റഗൺ പറയുന്നത് തങ്ങൾ ടോമഹോക്ക് മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സിവിലിയൻ ഏരിയകൾ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നാണ്. മിസൈലിന് സംഭവിച്ച ടെക്നിക്കൽ എറർ ആണോ അതോ മറ്റേതെങ്കിലും രാജ്യം പ്രകോപനം സൃഷ്ടിക്കാൻ ചെയ്തതാണോ എന്ന് അന്വേഷിക്കുകയാണ് എന്നവർ വ്യക്തമാക്കുന്നു. പക്ഷേ ഇറാൻ വിടാൻ തയ്യാറല്ല. ഇത് തങ്ങൾക്കെതിരെയുള്ള വംശഹത്യ ആണ് എന്നാണ് ഇറാന്റെ ആരോപണം. ഈ ഒരു സംഭവം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്ന ഭീതി നിലനിൽക്കെ അമേരിക്കൻ മിസൈൽ ഒരു സ്കൂളിൽ പതിച്ചത് ചൈനയെയും റഷ്യയും പ്രകോപിച്ചിട്ടുണ്ട്. റഷ്യ ഇതിനോടകം തന്നെ അമേരിക്കയുടെ ക്രൂരതയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ രംഗത്തെത്തിക്കഴിഞ്ഞു. മറുഭാഗത്ത് ട്രംപിന്റെ പ്രസ്താവനകൾ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ രാഷ്ട്രീയ പോരിന് കാരണമായിട്ടുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ ആയുധമാക്കി മാറ്റാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. താനായിരുന്നു പ്രസിഡന്റ് എങ്കിൽ യുദ്ധം ഉണ്ടാകില്ലായിരുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. പക്ഷെ സത്യം എപ്പോഴും യുദ്ധത്തിന്റെ പുകമറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. യുദ്ധതന്ത്രങ്ങളും രാഷ്ട്രീയവും മാറ്റിവെച്ചാൽ നമ്മൾ കാണേണ്ടത് ആ സ്കൂളിലെ കുഞ്ഞുങ്ങളെയാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടികൾ എന്തിനാണ് ആധുനിക ആയുധങ്ങളുടെ ഇരകളാകുന്നത്? യുദ്ധം ജയിക്കാൻ വേണ്ടി ഏത് അതിരും ലംഘിക്കാമെന്നത് മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ്. മിനാബിലെ സ്കൂളിൽ നിന്ന് വരുന്ന ഓരോ ദൃശ്യങ്ങളും നമ്മുടെ ഹൃദയം തകർക്കുന്നതാണ്. ലോകരാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കും. ലോകം വീണ്ടും ഒരു എനർജി ക്രൈസിസിന്റെ നിഴലിലായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിരിക്കുന്നു. ഇതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനാണ്.
സ്വന്തം സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ അസാധാരണമായ അല്ലെങ്കിൽ ചിലപ്പോൾ വിചിത്രമെന്ന് തോന്നാവുന്ന ചില നടപടികളാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെ വെറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ എന്ന് വിളിക്കാനാവില്ല. മറിച്ചൊരു രാജ്യം അതിജീവനത്തിനായി, അതായത് സർവൈവലിനായി നടത്തുന്ന അവസാനവട്ട പോരാട്ടമാണിത്. എന്തൊക്കെയാണ് പാകിസ്ഥാനിലെ പുതിയ മാറ്റങ്ങൾ? സ്കൂളുകൾ അടച്ചിടുന്നതും അതുപോലെ ജോലി സമയം വെട്ടിക്കുറയ്ക്കുന്നതും പാകിസ്ഥാനെ രക്ഷിക്കുമോ? നമുക്ക് വിശദമായി നോക്കാം. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രത്തോളം പ്രതിസന്ധിയിലായത്? ഇതിന്റെ വേരുകൾ പശ്ചിമേഷ്യയിലെ അസ്ഥിരതയിൽ തന്നെയാണ്. ഇറാൻ ഇസ്രായേൽ തർക്കങ്ങളും അമേരിക്കയുടെ സൈനിക നീക്കങ്ങളും അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിപണിയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ ഭൂരിഭാഗവും ഇറക്കുമതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കയ്യിലാണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വളരെ കുറവാണ്. പണപ്പെരുപ്പം ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന നേരിയ വർധനവ് പോലും പാകിസ്ഥാൻ ഖജനാവിന് താങ്ങാനാവില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ പെട്രോൾ വാങ്ങാൻ പണമില്ലാത്ത അവസ്ഥ ഒഴിവാക്കാൻ അവർക്ക് ഉപഭോഗം കുറച്ചേ മതിയാകും. ഇതിനുവേണ്ടിയാണ് പ്രധാനമന്ത്രി കടുത്ത നിലപാടുകളിലേക്ക് കടന്നത്. ഈ നിയന്ത്രണങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. മാർച്ച് 16 മുതൽ 2 ആഴ്ചത്തേക്ക് പാകിസ്ഥാനിലെ എല്ലാ സ്കൂളുകളും അടച്ചിടാൻ സർക്കാർ ഉത്തരവിട്ട് കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം, പക്ഷേ ഇതിന് പിന്നിൽ കൃത്യമായൊരു കണക്കുണ്ട്. സ്കൂൾ ബസ്സുകളും വാനുകളും നിരത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കിയാൽ വലിയൊരളവ് ഇന്ധനം ലാഭിക്കാൻ കഴിയുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നു. പക്ഷെ പഠനം നിർത്തുകയല്ല അവർ ചെയ്യുന്നത്. കോളേജുകളോടും യൂണിവേഴ്സിറ്റികളോടും ഉടനടി ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. കോവിഡ് കാലത്തെ അനുഭവം വെച്ച് ഡിജിറ്റൽ ലേണിംഗ് പ്രോത്സാഹിപ്പിക്കാനാണ് നീക്കം. എങ്കിലും പാകിസ്ഥാനിലെ ഗ്രാമീണ മേഖലകളിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് വലിയൊരു വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു ശ്രദ്ധേയമായ നീക്കം സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തിലാണ്. ലോകം മുഴുവൻ 5-6 ദിവസം ജോലി ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഇനി ആഴ്ചയിൽ വെറും 4 ദിവസം മാത്രമേ പ്രവർത്തിക്കൂ. ഒരു 4-day വർക്ക് വീക്ക് സിസ്റ്റം അവർ നിർബന്ധമായും നടപ്പിലാക്കുകയാണ്. മാത്രമല്ല, പകുതിയോളം സർക്കാർ ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഓഫീസുകളിലെ എയർ കണ്ടീഷനുകൾക്കും അതുപോലെ ലൈറ്റുകൾക്കും വേണ്ട വൈദ്യുതി ലാഭിക്കാം. ഒപ്പം യാത്രാ ഇന്ധനവും കുറയ്ക്കാം. എന്നാൽ ബാങ്കിംഗ് മേഖലയും മറ്റ് എമർജൻസി സർവീസുകളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ തടസ്സപ്പെടാതിരിക്കാനാണ് ഈ ഒരു മുൻകരുതൽ. വികസിത രാജ്യങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഈ മാറ്റം പാകിസ്ഥാൻ ചെയ്യുന്നത് നിവൃത്തികേട് കൊണ്ടാണെന്ന് മാത്രം. ഇനി ജനങ്ങൾ മാത്രം വിട്ടുവീഴ്ച ചെയ്താൽ പോരല്ലോ. അതുകൊണ്ട് ഭരണകൂടവും മാതൃക കാട്ടാൻ തീരുമാനിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകി വരുന്ന ഇന്ധന അലവൻസ് ഒറ്റയടിക്ക് 50% വെട്ടിക്കുറച്ചത്. ആഡംബര യാത്രകൾ ഒഴിവാക്കി അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഇന്ധനം ഉപയോഗിക്കുക എന്നതാണ് നയം. തങ്ങളുടെ ഓഫീസുകളുടെ റണ്ണിംഗ് കോസ്റ്റ് പകുതിയായി കുറയ്ക്കാനാണ് സർക്കാർ വകുപ്പുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിന് മുൻപ് ഞങ്ങൾ തന്നെ നിയന്ത്രണം തുടങ്ങുന്നു എന്നൊരു സന്ദേശം ഷെഹബാസ് ഷെരീഫ് ഇതിലൂടെ നൽകുന്നുണ്ട്. എങ്കിലും ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നമുക്ക് കണ്ടറിയണം. പാകിസ്ഥാൻ ചരിത്രപരമായി പലപ്പോഴും ഇത്തരം സാമ്പത്തിക കുഴപ്പങ്ങളിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത കാലാവസ്ഥാ വ്യതിയാനവും ലോകം മൊത്തം പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് മാറുന്ന കാലവുമാണ്. നിർഭാഗ്യവശാൽ പാകിസ്ഥാൻ ഇപ്പോഴും ഫോസിൽ ഇന്ധനങ്ങളെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. സോളാർ പാനലുകളോ കാറ്റാടി നിലയങ്ങളോ സ്ഥാപിക്കാൻ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം. അതിനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ഇന്ധനം എങ്ങനെയും പിശുക്കി ഉപയോഗിക്കുക എന്നല്ലാതെ മറ്റൊരു ഷോർട്ട് കട്ട് അവരുടെ മുന്നിലില്ല. ഇന്ധന നിയന്ത്രണം ഇപ്പോൾ അവിടെ വെറും ഒരു ഇക്കണോമിക് ഇഷ്യൂ അല്ല, മറിച്ചൊരു നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ്. ഈ നടപടികൾ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കും. ഒരു വശത്ത് ഇന്ധന ഇറക്കുമതി കുറയ്ക്കുന്നത് വിദേശ നാണ്യം ലാഭിക്കാൻ സഹായിക്കും. പക്ഷെ മറുവശത്ത് പ്രവൃത്തി ദിവസങ്ങൾ കുറയ്ക്കുന്നത് ഉൽപാദനക്ഷമതയെ ബാധിക്കും. വ്യാവസായിക മേഖലയിലെ മാന്ദ്യം GDP താഴേക്ക് വലിക്കും. ചരക്ക് നീക്കം കുറയുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകും. ട്രക്കുകളും ലോറികളും നിരത്തിലിറങ്ങാൻ ഇന്ധനമില്ലാത്ത സാഹചര്യം വന്നാൽ ഭക്ഷ്യസുരക്ഷ പോലും അപകടത്തിലാകും. ഇതൊരു വലിയ ചങ്ങല പോലെയാണ്, ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഒരിടത്ത് തുടങ്ങുന്ന തടസ്സം രാജ്യത്തെ മൊത്തം നിശ്ചലമാക്കാൻ കെൽപ്പുള്ളതാണ്. പാകിസ്ഥാന്റെ ഈ അവസ്ഥ മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ്, വികസ്വര രാജ്യങ്ങൾക്കും ഒരു പാഠം തന്നെയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ മാത്രം അമിതമായി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് ഈ സാഹചര്യം ഓർമ്മിപ്പിക്കുന്നു. ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നത് ഏതൊരു രാജ്യത്തിന്റെയും പരമപ്രധാനമായ ലക്ഷ്യമാകണം. ആഗോള രാഷ്ട്രീയത്തിലെ അസ്ഥിരത ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കാം എന്നതിന്റെ നേർചിത്രമാണ് നമ്മൾ പാകിസ്ഥാനിൽ ശരിക്കും കാണുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് തന്റെ രാജ്യത്തെ സ്കൂളുകൾ അടച്ചിടേണ്ടി വരുന്നത് എത്രത്തോളം ദയനീയമായ അവസ്ഥയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഈ നടപടികൾ വെറും ഒരു താൽക്കാലിക പ്രതിരോധം മാത്രമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രത്തോളം ഈ ദുരിതവും തുടരും. ദീർഘകാലാടിസ്ഥാനത്തിൽ പാകിസ്ഥാന് വലിയ നയപരമായ മാറ്റങ്ങൾ ആവശ്യമാണ്.
ഇനി ഇവിടെ ഈ ഒരു നിമിഷം നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇതാണ്: ഓരോ തുള്ളി ഇന്ധനവും കരുതലോടെ മാത്രം ഉപയോഗിക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ വീട്ടുവാതിക്കൽ വരെ എത്താൻ അധിക സമയം വേണ്ടിവരില്ല. പാകിസ്ഥാൻ നടപ്പിലാക്കുന്ന ഈ നിയന്ത്രണങ്ങൾ ഭാവിയിൽ മറ്റു രാജ്യങ്ങൾക്കും മാതൃകയാക്കേണ്ടി വരുമോ എന്നത് പ്രസക്തമായൊരു ചോദ്യമായി ഇപ്പോൾ അവശേഷിക്കുകയാണ്. ലോകം ഇപ്പോൾ അശാന്തമായി തോന്നാം. ആയുധങ്ങളുടെ ഒച്ചയും ഇന്ധനവിലയുടെ കുതിപ്പും നമ്മെ ഭയപ്പെടുത്തിയേക്കാം. എന്നാൽ ഓരോ വലിയ പ്രതിസന്ധിയും വലിയ മാറ്റങ്ങൾക്കുള്ള തുടക്കമാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന ഈ ഒരു ഊർജ്ജ പ്രതിസന്ധി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളോട് വിട പറയേണ്ട സമയമായി എന്നാണ്. സോളാർ എനർജിയും വിൻഡ് എനർജി തുടങ്ങിയ ഹരിത ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് നാം മാറുന്നതോടെ ഒരു രാജ്യത്തിനും ഇന്ധനത്തിന്റെ പേരിൽ നമ്മെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. യുദ്ധം വിതയ്ക്കുന്ന നാശനഷ്ടങ്ങൾക്കിടയിലും സാങ്കേതിക വിദ്യയുടെ ശരിയായ ഉപയോഗം മാനവരാശിക്ക് പുതിയ വഴിവിളക്കുകൾ നൽകും. ഈ വെല്ലുവിളികളെ വിവേകത്തോടെയും ഐക്യത്തോടെയും നേരിട്ടാൽ കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമായൊരു ലോകം നമുക്ക് കെട്ടിപ്പടുക്കാനാകും. നയതന്ത്ര ചർച്ചകൾ വിജയിക്കട്ടെ, സമാധാനം പുലരട്ടെ. ഗുഡ് നൈറ്റ്.